നമുക്ക് മാമ്പേനെ ഇങ്ങോട്ട് എടുക്കാം. ഹുക്കർ മോറ് എടുത്തില്ല, വീട്ടിലായിപ്പോയി. കൈ കൊണ്ട് നമുക്ക് എടുക്കാൻ നോക്കാം. കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ മാമ്പ. നമ്മുടെ മീൻ ഇതുണ്ട്, കിടല മീനല്ലേ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചെറിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഹൃദയം സ്വാഗതം. അപ്പം 10-20 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ ചൂണ്ടക്കായിട്ട് ഇറങ്ങിയേക്കുവാണ്. കൂടെ നമ്മൾ കൂട്ടുകാരുണ്ട്. അതല്ലാണ്ട് ഇന്ന് ഞാൻ 2 ഫ്രോഗ് മേടിച്ചിട്ടുണ്ട്. കാരണം ഫ്രോഗ് എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു, പഴയ ഫ്രോഗൊക്കെ പോയി. 2 ഫ്രോഗ് മേടിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ രണ്ടും റിയൽ വാരിയറിൻ്റെ ബ്രാൻഡാണ്. ഒന്ന് മാമ്പ എന്ന് പറയുന്ന ഒരു ബ്രാൻഡും പിന്നെ സിംഗർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മേടിച്ചേക്കുന്നത് വൈക്കത്ത് വല്ലകത്ത് സ്ഥിതി ചെയ്യുന്ന AJ ഫിഷിംഗ് ടാക്സ് എന്നാണ്. അങ്ങനെ ഫ്രണ്ട്സ്, ഇതേ ഞങ്ങൾ സ്പോട്ടിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് അങ്ങോട്ട് നടക്കണം, എന്നാലും ഇതേ ഇടത്തോട് അവന് വെറുതെ കാസ്റ്റ് ചെയ്ത് വരുവാണ്. ഇവിടെ ഈ വലക്കാറിറങ്ങി മീനൊക്കെ മുഴുവൻ പിടിച്ചേക്കണ കാരണം സ്ട്രൈക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. ഞങ്ങൾ സ്പോട്ടിലായിട്ടൊരു 100 മീറ്റർ കൊണ്ട് നടന്നാലേ എത്തുള്ളൂ. കണ്ട അടിപൊളി പാടങ്ങളല്ലേ ഫ്രണ്ട്സ്. നമ്മൾ സിംഗറിൻ്റെ ആദ്യത്തെ ഉദ്ഘാടന എയറാണ് അറിയുന്നത്. അപ്പോൾ നമ്മുടെ സിംഗർ ഉദ്ഘാടനം ചെയ്തു ഗേസ്. ഇത് കണ്ടോ, ചെറിയൊരു ചെറിയല്ല, ഒരു മീഡിയം ടൈപ്പ് വരാൽ. നമ്മുടെ സിംഗർ എന്ന പുതിയ സിംഗറെ മേടിച്ചതാണ്. അതിൻ്റെ ഉദ്ഘാടന ഹയർമാണ്. ഓക്കെ, അതായത് ഫ്രണ്ട്സ്, നമുക്ക് രണ്ടാമത്തെ വരാൽ നാടൻ വരാലാണോ എന്നൊരു ഡൗട്ടുണ്ട്. സിംഗർ അടിച്ചിട്ടുണ്ട്. ഒക്കെ ഇപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. മിസ്സായില്ല. രണ്ടാമത്തെ വരാലാണ് സിംഗർ, രണ്ടാമത്തെ വരാലാണ്. ഓക്കെ, നമുക്ക് കൊല്ലിയിട്ടിട്ട് അടുത്ത കാസ്റ്റിലേക്ക് പോകാം. ഓക്കെ, സമയം കളയണ്ട. അടിച്ച് വീസ് നാടൻ വരാൽ, ചെറിയ വരാല. അത് നമുക്ക് കളയേണ്ട കാര്യമില്ല, കളയാൻ മാത്രം ചെറുതല്ലേ. അതെ, സിംഗറയിൽ നമ്മളെ 3ാമത്തെ വരാല കേട്ടോ. അതെ, സിംഗർ സെയിം രീതിയിൽ തന്നെ ഇപ്പോൾ ആദ്യമേ കിട്ടിയ വരാലിൽ അതേപോലെ തന്നെ അതിൻ്റെ ഹുക്ക് കയറിയാണ്. പോയി അല്ല വിട്ട് എന്നാ കാണിച്ചാലും. യെസ്, നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടേക്കാം കൈയോടെ. ഒയ്യോ, നമ്മുടെ സിംഗറും കൊണ്ട് വരാൽ പോയി ഗൈസ്. നല്ല വരാലായിരുന്നു. അയ്യോ ഫ്രണ്ട്സ്, നമ്മൾ സിംഗർ പൊട്ടിച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പുതിയടുത്ത മാമ്പയെന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലീഡർ ലൈൻ ഉൾപ്പെടെ കൊണ്ടുപോയത്. അപ്പോൾ ലീഡർ ലൈൻ വേറെ ഞാൻ കൂട്ടി കെട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കളയല് കണ്ട. നല്ലതായിരുന്നല്ലോ. അത് ഒരു കപ്പും കൂടി കൊടുക്കണം ഓർക്കാപ്പുറത്ത് ആകുമ്പോൾ. ഞാനത് കണ്ടില്ല, ഞാൻ അങ്ങോട്ട് നോക്കി ചേട്ടോട് വർത്തമാനമായിട്ട് അങ്ങ് പോയത്. അന്നേരത്തേക്ക് അടിക്കുന്നു. കൊണ്ടില്ല, ഞാൻ വിട്ടുപോയി ചേട്ടാ. കുക്കപ്പ് ചെയ്യാൻ അവിടെ ഉണ്ട് സാധനം.
ഫ്രണ്ട്സ് അവനൊരെണ്ണം അടിച്ചതാ, പക്ഷെ കയറിയില്ല. അടിച്ച് കേസ്. എൻ്റെ പൊന്നേ, എൻ്റെ കിടലൻ ചേർമീൻ അടിച്ച് കേസ്. അയ്യ, ഞെട്ടിപ്പോയി. നല്ല സ്ട്രൈക്കായിരുന്നു കേസ്. ഇത് നമ്മുടെ മാമ്പൽ നല്ല അടിപൊളി ഒരു ചേർമീൻ അടിച്ചേക്കാണത്. ഓ, ചാടിപ്പോടാ വൃത്തികെട്ടവനെ. ഹുക്കായേക്കണ നല്ല കിടലൻ ഹുക്ക്. നല്ല ഉള്ളിൽ കാണാൻ പറ്റുമെന്ന് തോന്നണേ. മാമ്പരിക്കണ കണ്ടാ നല്ല ഫ്രോഗല്ലേ. അത്യാവശ്യം സൈസുള്ള ടൈം ചെറുമീന. ഓക്കെ, ബോട്ടിലിട്ടുണ്ട് കളിപ്പിക്കണില്ല, നമുക്ക് അതിൻ്റെ കൊല്ലിയിലോട്ട് മാറ്റാൻ. നമുക്ക് മാമ്പേനെ ഇങ്ങോട്ട് എടുക്കാം. ഹുക്കർ മോറ് എടുത്തില്ല, വീട്ടിലായിപ്പോയി. കൈ കൊണ്ട് നമുക്ക് എടുക്കാൻ നോക്കാം. കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ മാമ്പ. നമ്മുടെ മീൻ ഇതുണ്ട്, കിടല മീനല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചൂണ്ടയിടുന്നതിൻ്റെ ഇടയ്ക്ക് ഇല്ലിക്കയിലുള്ള ഒരു ഫിഷി സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബറെ കണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് കടയൊക്കെ ഉള്ളത് എന്ന് വെച്ചാൽ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഫിഷിങ് ഐറ്റംസ് വിൽക്കുന്ന കടയുള്ളതാണ്. സ്ഥിതി ചെയ്യുന്നത് ഇല്ലിക്കയിൽ നിന്ന് തിരുവാർപ്പൂട്ട് പോകുമ്പോൾ ആണ്. ഇവിടെ ഉള്ളവർക്കും നന്നായിട്ട് അറിയാം. ഇല്ല, ഞാൻ അറിയുന്നില്ല. അപ്പം യാദൃശ്യമായി പുള്ളിനെ കണ്ടതിൽ സന്തോഷം. അവിടെ നിന്ന് തന്നെ ചെറുമീനായിരുന്നു അടിച്ചത്. അവിടെ ആദ്യമേ നമ്മുടെ കൂട്ടുകാരൻ അടിച്ചത് അവിടെ നിന്ന് പറഞ്ഞാൽ മിസ്സായിരുന്നു ആ സ്പോട്ട്. അത് ശരി. ഓ, എന്നാ അടിപൊളി. എന്നതാണ് അവന് ഉന്നയില്ലാത്തവന്. ചെറുമീനാന്ന് തോന്നണം. അടിച്ചതായിരുന്നല്ലോ, പക്ഷെ അത് കൊണ്ടില്ല. ഏതോ വിവരം കിട്ടവന്. കളയല്ലേ എടാ, അത് ചപ്പേക്കൊട്ട കയറ്റരുത്, ചപ്പേ കയറ്റരുത്. ബ്രൈഡ് ഇച്ചിരി കൂടി ആക്കടാ. മനസ്സിലേ, ഇവിടെ രണ്ടെണ്ണം മിസ്സായി കഴിഞ്ഞപ്പോൾ ഒരെണ്ണം അടിച്ച് കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. വരാലാണ്. നല്ല അത്യാവശ്യം സൈസുള്ള ടൈപ്പ് കേട്ടോ, നല്ല സൈസാണ്. അങ്ങനെയൊന്ന് കാണിച്ചിടാ. അടിപൊളി കിടല സൈസായിട്ട് ഒരു 1 കിലോ എടുത്തു പറഞ്ഞ ടൈപ്പ്. ഇങ്ങോട്ട് മാറിയിടാം. അതിൻ്റെ വെള്ളത്തിൽ കളയാണ്. കൊണ്ട് വെച്ച് എനിക്ക് കണ്ട എങ്ങനെയുണ്ട് കേസത്. കിടല സാധനമല്ലേ. സന്തോഷമായി. അയ്യോ,
മീൻസ് നമുക്ക് ഒരു ചെറിയ ഒരാൾ കൂടി കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാമ്പയിൽ അടിച്ചേക്കണണ്ട ചെറിയ ഒരാളെ. മാമ്പയുടെ നമുക്ക് ഹുക്കൂരി എടുത്തേക്കാം. കണ്ടത് ഇപ്പം മാമ്പയിൽ നമുക്ക് ചെറുമീൻ കഴിഞ്ഞിട്ട് ചെറിയൊരു വരാൽ അടിച്ചാണ് കേട്ടോ. ഫ്രോഗ് കയറി കിടക്കണുണ്ടാവേ. അടുത്ത ഇത് നല്ല അടിയായിപ്പോല്ലേ. എൻ്റെ ഉള്ളിലായിപ്പോയി കൊടുത്തുതന്നെ. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ വരാല അടിച്ചാണത്. ഫ്രോഗ് കയറി കിടക്കണതാണ് എൻ്റെ പൊന്നെ. ഓക്കേ, ചെറിയ വരാണ് അടിക്കണ അടി കിടലടിയായി. കൊളുത്ത് കിടക്കണ കിടപ്പ് കണ്ട എൻ്റെ പൊന്നെ. കയറി ചുറ്റി പോയെന്നോ? ഇല്ല പോയില്ല. ഒരു ചെറിയ ഒരാൾ കൂടി അടിച്ചിട്ടുണ്ട്. അത് കളയാനായിട്ടുള്ള ചെറുപ്പമല്ല, എന്നാലും നമുക്ക് എടുക്കാം. ഓക്കെ.